നമസ്കാരം കൂട്ടുകാരെ. ലോക രാഷ്ട്രീയത്തിൻ്റെ ഭൂപടം മാറ്റിമറിക്കാൻ പോകുന്ന മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഏറ്റവും വലിയ ആ വാർത്ത നിങ്ങൾ അറിഞ്ഞിരുന്നോ? വരാനിരിക്കുന്ന 10 വർഷത്തെ ഏഷ്യൻ രാഷ്ട്രീയത്തെയും ലോകത്തിലെ സൈനിക ഫ്രെയിംവർക്കുകളെയും ചേഞ്ച് ചെയ്യാൻ പോകുന്നൊരു വൻ തന്ത്രപ്രധാന നീക്കം സൗദി അറേബ്യ നടന്നു കഴിഞ്ഞു. അതെ, ലോകത്തെ നെട്ടിച്ചുകൊണ്ട് സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്ന 3 വൻ ശക്തികൾ ഒപ്പുവെച്ചിരിക്കുന്ന മെക്ക ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻ്റ്. ഇതിലെ ഏറ്റവും അപകടകരവും ശക്തമായ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നേരെ പുറത്തു നിന്ന് ഒരു ആയുധാക്രമണം ഉണ്ടായാൽ അത് 3 രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണക്കാക്കും. കേൾക്കുമ്പോൾ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പോലെ തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് വെറുമൊരു പ്രതിരോധ കരാർ മാത്രമാണോ? അതോ ലോകത്തെ വിറപ്പിക്കുന്ന പുതിയൊരു ഇസ്ലാമിക നാറ്റോ രൂപപ്പെടുകയാണോ? ഈ സഖ്യത്തിലേക്ക് ഈജിപ്ത്, ഖത്തർ, UAE, സിറിയ എന്നിവർ കൂടിച്ചേർന്നാൽ അമേരിക്കയും ഇസ്രായേലും ഇതിനെ എങ്ങനെ പ്രതികരിക്കും? ഏറ്റവും പ്രധാനമായി പാകിസ്ഥാൻ കേന്ദ്രമാകുന്ന ഈ സൈനിക സഖ്യം ഇന്ത്യക്ക് നൽകുന്ന വൻ ഭീഷണി എന്താണ്? മക്ക ഡിഫൻസ് പാക്ട് പിന്നിൽ അമേരിക്കയാണോ? സൗദി അറേബ്യ അമേരിക്കയ്ക്ക് നൽകിയ പുതിയ സന്ദേശം എന്താണ്? നമുക്ക് ഈ കാര്യം ഒന്ന് ഡീറ്റെയിലിൽ തന്നെ നോക്കാം. മൈ നെയിം ഈസ് സാദിഖ്. വെൽക്കം ടു സാദിഖ് ടോക്സ്. ലോക രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ച ഈ പ്രതിരോധ കൂട്ടുകെട്ടിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളും ഇന്ത്യ ഉൾപ്പെടെയുള്ള പ്രമുഖ ശക്തികൾക്ക് ഇത് നൽകുന്ന തന്ത്രപ്രധാനമായ മുന്നറിയിപ്പുകളുമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ കരാർ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഇതിന് പിന്നിൽ ഒരു കൃത്യമായ ടൈം ലൈനും വാഷിങ്ടണിൻ്റെ നടന്ന നിർണായക അണിയറ നീക്കങ്ങളുമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, സൗദി അറേബ്യ വളരെ കാലമായി സിവിലിയൻ ന്യൂക്ലിയർ എനർജി പ്രോഗ്രാം വികസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് എണ്ണയുള്ള രാജ്യം ന്യൂക്ലിയർ പവർ ആകാൻ ശ്രമിക്കുന്നു? കാരണം സൗദി വിഷൻ 2030 അടിസ്ഥാന ആശയം തന്നെ എക്കണോമിയെ ഓയിൽ ഡിപ്പെൻഡൻസിൽ നിന്ന് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ഉയരുന്നു, ഡിസാലിനേഷൻ ആവശ്യകതകൾ വർദ്ധിക്കുന്നു, AI ഡാറ്റാ സെൻറ്റർ വരുന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ വർദ്ധിക്കുന്നു. അതുകൊണ്ട് സൗദി അറേബ്യ ന്യൂക്ലിയർ എനർജി ഒരു സ്ട്രാറ്റജിക് ടെക്നോളജി കൂടിയാണ്. 2026 ജൂലൈ 22 യുണൈറ്റഡ് സ്റ്റേറ്റ്സും സൗദി അറേബ്യയും പീസ്ഫുൾ ന്യൂക്ലിയർ കോർപ്പറേഷൻ സംബന്ധിച്ചൊരു പ്രധാന എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു. ഇത് സാധാരണയായി അമേരിക്കൻ നയത്തിൻ്റെ പശ്ചാത്തലത്തിൽ 123 എഗ്രിമെൻ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഫ്രെയിം വർക്ക് മാത്രമാണ്. ഇതിലൂടെ അമേരിക്കൻ ന്യൂക്ലിയർ കമ്പനീസിന് സൗദി മാർക്കറ്റിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള നിയമപരമായ ഫൗണ്ടേഷൻ ലഭിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ബേസിക്. പക്ഷേ അടുത്ത ദിവസം ഒരു വലിയ രാഷ്ട്രീയ ട്വിസ്റ്റ് ഉണ്ടായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് സൗദി ന്യൂക്ലിയർ എഗ്രിമെൻ്റ് അപ്രൂവൽ സൗദി അറേബ്യ എബ്രഹാം അക്കോർഡിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതായത് ഇസ്രായേലുമായുള്ള നോർമലൈസേഷൻ എന്ന വിഷയം വീണ്ടും ന്യൂക്ലിയർ കോർപ്പറേഷനോടൊപ്പം ബന്ധപ്പെടുത്തി. സൗദി ലീഡർഷിപ്പിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഒന്ന് ചിന്തിക്കുക. അവർ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം ഇതാണ്: ഞങ്ങളുടെ സിവിലിയൻ ന്യൂക്ലിയർ പ്രോഗ്രാം എന്തുകൊണ്ട് ഇസ്രായേലുമായുള്ള ഡിപ്ലോമാറ്റിക് റിലേഷനോട് ബന്ധിപ്പിക്കണം? ഇതാണ് അവർ ഉന്നയിച്ച ചോദ്യം. വാഷിങ്ടൺ പറയുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. ഇസ്രായേൽ സൗദി നോർമലൈസേഷൻ മിഡിൽ ഈസ്റ്റ് സ്റ്റെബിലിറ്റി വർദ്ധിക്കും, ഇറാനെതിരെ ഒരു റീജിയണൽ ബാലൻസ് ഉണ്ടാകും, US സൗദി സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ശക്തമാകും. എന്നാൽ റിയാദിൻ്റെ കാൽക്കുലേഷൻ വേറെയാണ്. സൗദി അറേബ്യ ഒരു അമേരിക്കൻ സാറ്റലൈറ്റ് സ്റ്റേറ്റായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഫോറിൻ പോളിസി മോഡൽ ഇൻക്രീസിംഗ്ലി പറയുന്നത് അമേരിക്ക ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അമേരിക്ക മാത്രം ഓപ്ഷനല്ല എന്നതാണ്. ചൈന വേണം, റഷ്യ വേണം, ഇന്ത്യ വേണം, പാകിസ്ഥാൻ വേണം, ടർക്കി വേണം, യൂറോപ്പ് വേണം. അവസാനം സൗദി നാഷണൽ ഇൻട്രസ്റ്റ് ആണ് അവർക്ക് പ്രയോറിറ്റി. ഇതിനെ സ്ട്രാറ്റജിക് അറ്റോണമി എന്നാണ് വിളിക്കുക. അമേരിക്കൻ പൊളിറ്റിക്സ് ശക്തമായ പ്രോ ഇസ്രായേൽ ലോബിയിങ് ഓർഗനൈസേഷൻസ്, ഡോണേഴ്സ്, പൊളിറ്റിക്കൽ നെറ്റ്വർക്ക്സ് എന്നിവ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് യാഥാർത്ഥ്യത്തിൽ പക്ഷേ അതിന് മുഴുവൻ ജൂയിഷ് ലോബി കൺട്രോൾ ദ US പ്രസിഡന്റ് നമുക്ക് പറയാൻ കഴിയില്ല. US ഇസ്രായേൽ റിലേഷൻഷിപ്പ് മിലിറ്ററി ഇൻ്റലിജൻസ് ആൻഡ് ടെക്നോളജി കോർപ്പറേഷൻ കൂടിയാണ്. എന്നാൽ നമ്മൾ നോക്കേണ്ട പൊളിറ്റിക്കൽ സൈഡ് ഇതാണ്. വാഷിങ്ടണിലെ പ്രോ ഇസ്രായേലി പ്രഷർ സൗദി ന്യൂക്ലിയർ നെഗോസിയേഷനെ ബാധിച്ചു. അതിനെ കൗണ്ടർ ചെയ്യാൻ സൗദി ജനങ്ങളുടെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് വേഗത്തിലാക്കി. ഇവിടെ ഇതിൻ്റെ ടൈം ലൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജൂലൈ 22 US സൗദി ന്യൂക്ലിയർ കോർപ്പറേഷൻ എഗ്രിമെൻറ്റ് വരുന്നു. പിന്നെ ജൂലൈ 23 സൗദി അറേബ്യ എബ്രഹാം അക്കോർഡിന് ജോയിൻ ചെയ്യണമെന്ന് കണ്ടീഷൻ ട്രംപ് വെക്കുന്നു. വെറും 2 ആഴ്ചക്കുള്ളിൽ ഓഗസ്റ്റ് 7 മക്കയിൽ വെച്ച് മക്ക ജോയിൻറ്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ് ഒപ്പുവെക്കുന്നു. ഇത് കോയിൻസിഡൻസ് ആണോ, അല്ലെങ്കിൽ റിയാദ് വാഷിങ്ടണിൽ നൽകുന്ന ഒരു സ്ട്രാറ്റജിക് മെസ്സേജ് ആണോ? പക്ഷേ ഒരു പ്രധാന കാര്യം, മക്ക പാക്ട് 2 ആഴ്ചക്കുള്ളിൽ 0 നിന്നുണ്ടായതല്ല.
പാകിസ്ഥാൻ സൈന്യം ദീർഘമായി സൗദി അറേബ്യയിൽ സേനയ്ക്ക് ട്രെയിനിങ് നൽകുന്നുണ്ട്. 2025 സെപ്റ്റംബറിൽ സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചിരുന്നു. 2026 ജൂണിൽ ഈജിപ്ത്, പാകിസ്ഥാൻ, സൗദി അറേബ്യ, ടർക്കി എന്നീ 4 രാജ്യങ്ങൾ ചേർന്ന R4 ഡിപ്ലോമാറ്റിക് ഫ്രെയിംവർക്ക് വഴി ചർച്ചകൾ ആരംഭിച്ചു. 2026 ജനുവരിയിൽ ഡിഫൻസ് ടെക്നോളജി ശക്തമായ തുർക്കിയോടുകൂടി ഇതിനെ ഉൾപ്പെടുത്തി. ട്രിലിറ്ററിയൽ ഫ്രെയിംവർക്ക് ചർച്ച ചെയ്യുന്നതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈനലി 2026 ഓഗസ്റ്റ് 7 മക്കയിൽ വെച്ച് 3 രാജ്യങ്ങളുടെ പ്രതിരോധ വിദേശകാര്യമന്ത്രിമാർ ഈ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്തി. പാകിസ്ഥാൻ ഇത് വ്യക്തമാക്കിയത് പ്യൂർലി ഡിഫൻസ് ആണെന്നാണ്. എന്നാൽ മറ്റ് രാജ്യങ്ങൾക്ക് ഇതിലേക്ക് വരാനുള്ള വാതിലുകൾ തുറന്നിട്ടുണ്ടെന്നും അവർ സൂചന നൽകുന്നുണ്ട്. മക്ക അഗ്രിമെൻ്റ് വഴി റിയാദ് വാഷിംഗ്ടൺ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതായിരിക്കാം: യു ആർ അവർ സ്ട്രാറ്റജിക് പാർട്ട്ണർ, ബട്ട് യു ആർ നോ ലോങ്ങർ അവർ ഓൺലി സെക്യൂരിറ്റി ഓപ്ഷൻസ്. എന്തുകൊണ്ടാണ് സൗദി അറേബ്യക്ക് ഇത്തരമൊരു സഖ്യം വേണ്ടി വന്നത്? കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളെ ഗൾഫ് മേഖലയുടെ സുരക്ഷ പൂർണ്ണമായും അമേരിക്കൻ കൈകളിലായിരുന്നു. ബഹ്റൈനിലെ 5th ഫ്ലീറ്റ്, പാട്രിയറ്റ് മിസൈലുകളും താഡ് സിസ്റ്റവും എല്ലാം അമേരിക്ക അവിടെ വിന്യസിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ചില വർഷങ്ങളിൽ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും ഡ്രോൺ ഭീഷണി വർദ്ധിച്ചെന്ന് ഗൾഫ് രാജ്യങ്ങൾ വലിയൊരു ചോദ്യമുയർത്തി. അടിയന്തര ഘട്ടങ്ങളിൽ വാഷിംഗ്ടൺ നമ്മളെ പൂർണ്ണമായും സംരക്ഷിക്കുമോ? സൗദി അറേബ്യ അമേരിക്കയെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് തങ്ങളുടെ സെക്യൂരിറ്റി സോഴ്സ് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. ഈ കൂട്ടുകെട്ടിന് ഘടന വളരെ രസകരമായ ഒരു വശമാണ്. ഒന്നാമതായി പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ന്യൂക്ലിയർ ആർമഡ് സ്റ്റേറ്റായ ഏക ലോകത്തിലെ രാജ്യം. 6ാമത്തെ ഏറ്റവും വലിയ കരസേനയുള്ള രാജ്യമാണ്. ഏകദേശം 6 ലക്ഷത്തിലധികം ആക്റ്റീവ് മിലിറ്ററി പേഴ്സൺസ് അവർക്കുണ്ട്. ഷഹീൻ ഗൗരി, ബാബർ തുടങ്ങിയ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈൽ ശേഖരം പാകിസ്ഥാൻ്റെ പക്കലുണ്ട്. 2ാമതായി തുർക്കി. ശക്തമായ നാറ്റോ മെമ്പറാണ് തുർക്കി. ബയക്താർ ഡ്രോൺസ്, ഇലക്ട്രിക് വാർഫെയറിലും നേവൽ സിസ്റ്റത്തിലും ലോകത്തിൽ തന്നെ വലിയ ഡിഫൻസ് ഹബ്ബാണ് തുർക്കി. 3ാമതായി സൗദി അറേബ്യ. സാമ്പത്തിക ഭദ്രതയും പെട്രോളുടെ കരുത്തുമുള്ള രാജ്യം. പ്രതിരോധ ആവശ്യങ്ങൾക്കായി ലോകത്തിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ആദ്യ 5 രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി, തുർക്കി, പാകിസ്ഥാൻ. അതായത് മണി, ടെക്നോളജി, മിലിറ്ററി പവർ, ന്യൂക്ലിയർ ആംബിഗ്വിറ്റി എന്നിവയുടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഈ 3 രാജ്യങ്ങളുടെയും വ്യോമസേനാ ശേഷി ഒന്നിച്ചു ചേരുമ്പോൾ അത് ഏഷ്യയിലെ ഏറ്റവും വലിയ എയർ പവറായി മാറും. പാകിസ്ഥാൻ്റെ JF-17, തണ്ടർ F-16, തുർക്കിയുടെ ഖാൻ 5th ജെൻ സ്ട്രെങ്ത് ഫൈറ്റേഴ്സ് പ്രോഗ്രാം, സൗദിയുടെ F-15SA, യൂറോ ഫൈറ്റിംഗ് ടൈക്കോൺ എന്നിവ ഒന്നിച്ചാൽ അതിനെ പ്രതിരോധിക്കുക ഏതൊരു വ്യോമസേനയും സങ്കീർണമായിരിക്കും. ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: പാകിസ്ഥാൻ സൗദിക്ക് ന്യൂക്ലിയർ നമ്പർ നൽകുമോ എന്ന്. ഔദ്യോഗികമായി സൗദി ഡെപ്യൂട്ടി മിനിസ്റ്റർ റെയ്ദ് ക്രിംലി വ്യക്തമാക്കിയത് ഈ കരാറിൽ ആണവ കാര്യങ്ങൾക്കുള്ളതല്ല എന്നാണ്. എന്നാൽ ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റ് സൗദിയുടെ ഡിഫൻസ് പാർട്ട്ണർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രാറ്റജിക് ആംബിഗ്വിറ്റി അഥവാ മനഃശാസ്ത്രപരമായ ഭയം എതിരാളികളെ ഉണ്ടാക്കും. മേ ബി അതായിരിക്കാം ഇവരും പ്രധാന ലക്ഷ്യം. ഇപ്പോൾ ഇതിൽ 3 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ പാകിസ്ഥാൻ പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങൾ കൂടി ഇതിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? അതായത് ഈജിപ്ത് കൂടി വന്നാൽ ഗെയിം കംപ്ലീറ്റ്ലി മാറും. സൂയിസ് കനാൽ, റെഡ് സീ, മെഡിറ്ററേനിയൻ കടലുകളെ കണക്ട് ചെയ്യുന്ന തന്ത്രപ്രധാനമായ പൊസിഷനിലാണ് ഈജിപ്ത് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് അറബിക്കടൽ വഴി സൗദിയുടെ റെഡ് സീ താണ്ടി ഈജിപ്ത് വഴി തുർക്കിയുടെ മെഡിറ്ററേനിയൻ വരെ നീളുന്ന ഒരു ഹ്യൂജ് മാരിടൈം സെക്യൂരിറ്റി ആർക്ക് രൂപപ്പെടും. അതുപോലെ ഖത്തറിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട അൽ ഉദൈദ് എയർബേസ് ഉണ്ട്. UAE-ക്കാണെങ്കിൽ ഇസ്രയേലുമായി എബ്രാഹിം അക്കോർഡ് വഴിയുള്ള ബന്ധമുണ്ട്. ഇവർ കൂടി സഖ്യത്തിൽ ചേർന്നാൽ അത് അമേരിക്കയോടുള്ള പൂർണ്ണമായ വെല്ലുവിളിയാകില്ല, മറിച്ച് തങ്ങളുടെ നയതന്ത്ര സുരക്ഷയുടെ മൾട്ടി അലൈൻമെൻ്റ് ആകും. അതുപോലെ സിറിയ കൂടി വന്നാൽ ഇത് ഇസ്രായേലിൻ്റെ തൊട്ടടുത്ത അതിർത്തികളിലേക്ക് ഈ മിലിറ്ററി ബ്ലോക്കിനെ എത്തിക്കും. ഇതാണ് വാഷിങ്ടണിനെയും ഇസ്രായേലിനെയും ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കാൻ പോകുന്ന പ്രധാന ഘടകം. അതേസമയം ലോകത്തിലെ മറ്റ് വൻ ശക്തികൾക്ക് ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അമേരിക്ക എന്തായാലും പെട്ടെന്ന് ഓടിപ്പോകില്ല. ബഹ്റൈനിലെ 5th ഫ്ലീറ്റും ഖത്തറിലെ എയർബേസുമെല്ലാം അവിടെ തന്നെ കാണും. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ എക്സ്ക്ലൂസീവ് സെക്യൂരിറ്റി മൊണോപ്പൊളി അഥവാ അപ്രമാദിത്വം കുറയും. തങ്ങളുടെ തീരുമാനങ്ങൾ അമേരിക്കയെ അറിയിക്കാതെ തന്നെ എടുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ പ്രാപ്തരാകുന്നു എന്നതാണ് വാഷിങ്ടണിനെ ആശങ്കപ്പെടുത്തുന്നത്. നാറ്റോ മെമ്പറായ തുർക്കി ഇതിലുള്ളതുകൊണ്ട് നാളെ ഒരു യുദ്ധമുണ്ടായാൽ നാറ്റോ അതിൽ ഇടപെടില്ല. കാരണം നാറ്റോ ആർട്ടിക്കിൾ 5 ഒരു മൂന്നാമതൊരു രാജ്യവുമായുള്ള കരാറുകൾക്ക് സ്വയം ബാധകമായില്ല. എങ്കിലും നാറ്റോയ്ക്കുള്ളിൽ അമേരിക്കക്ക് തുർക്കിയെ ഇനി എത്രത്തോളം വിശ്വസിക്കാൻ കഴിയുമെന്ന ചോദ്യം ശക്തമാകും.
നിങ്ങൾക്കറിയുന്ന പോലെ മറുഭാഗത്ത് ചൈനയും റഷ്യയും ഈ മാറിയ സാഹചര്യത്തെ സ്വാഗതം ചെയ്യാനാണ് സാധ്യത. അമേരിക്കയുടെ സ്വാധീനം മിഡിൽ ഈസ്റ്റിൽ കുറയുന്നത് ചൈനയ്ക്കും റഷ്യക്കും ആയുധ കച്ചവടത്തിനും ഊർജ നയതന്ത്രത്തിനും പുതിയ വലിയ അവസരങ്ങൾ തുറന്നു നൽകും. ഇറാനാകട്ടെ US സ്വാധീനം കുറക്കുന്നത് കണ്ട് തൽക്കാലം എതിർക്കില്ലെങ്കിലും ഈ സഖ്യം തങ്ങൾക്കെതിരെ തിരിയുമോ എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജിക് പ്ലാനേഴ്സ് ഒരു ന്യൂക്ലിയർ പവറും റീജിയണൽ മിലിറ്ററി പവറും സഖ്യത്തിലാകുന്നത് ജാഗ്രതയോടെ ആയിരിക്കും വീക്ഷിക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇന്ത്യക്കാർ ഏറ്റവും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ചോദ്യത്തിലേക്ക് വരാം. ഇത് ഇന്ത്യക്ക് എത്രത്തോളം ചലഞ്ചിങ് ആണ്? ആക്ച്വലി നമ്മൾ ഭയപ്പെടേണ്ടതില്ല. സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ തിരിയാൻ ഒരു സാധ്യതയുമില്ല. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള സാമ്പത്തിക ഊർജ്ജ ബന്ധങ്ങൾ വളരെ ശക്തമാണ്. ഈ വർഷം ഫെബ്രുവരി റിയാദ് വേൾഡ് ഡിഫൻസ് ഷോയിൽ ആദ്യമായി ഒരു ഇന്ത്യൻ പവലിയൻ വരെ തുറക്കപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ത്യ ശ്രദ്ധിക്കേണ്ട യഥാർത്ഥ വശം സൗദിയല്ല, തുർക്കി പാകിസ്ഥാൻ ഡിഫൻസ് പൈപ്പ് ലൈനാണ്. സൗദിയുടെ സാമ്പത്തിക പിന്തുണയുടെ തുർക്കിയുടെ അഡ്വാൻസ്ഡ് ഡ്രോൺസും ഇലക്ട്രിക് വാൾഫെയർ സിസ്റ്റവും പാകിസ്ഥാനിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ അതിർത്തി സുരക്ഷയെ വലിയൊരു ഘടകമായി മാറും. പാകിസ്ഥാൻ ലഭിക്കുന്ന നയതന്ത്ര ആത്മവിശ്വാസവും സാമ്പത്തിക സപ്പോർട്ടും ഇന്ത്യ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനം കാശ്മീർ വിഷയത്തിൽ അറബ് രാജ്യങ്ങളുടെ നിലപാടിൽ വരാൻ സാധ്യതയുള്ള മാറ്റങ്ങളാണ്. ഇതുവരെ സൗദി അറേബ്യ ഇന്ത്യയുമായുള്ള സാമ്പത്തിക ബന്ധം മുൻനിർത്തി നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ തുർക്കിയും കാശ്മീർ വിഷയത്തിൽ പരസ്യമായി പാക് അനുകൂല നിലപാട് എടുക്കുന്നവരാണ്. സൗദി ഈ സൈനിക ബ്ലോക്കിൻ്റെ ഭാഗമാകുമ്പോൾ ഭാവിയിൽ അന്താരാഷ്ട്ര വേദികളിൽ ഈ കൂട്ടുകെട്ട് ഇന്ത്യക്കെതിരെ ഒരു ഡിപ്ലോമാറ്റിക് പ്രഷർ ചെലുത്താൻ ഉപയോഗിച്ചേക്കാം. അതുകൊണ്ടാണ് ഇന്ത്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ സുരക്ഷാ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ നിർബന്ധമാകുന്നത്. ഇനി UAE ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്ന് ആ ഒരു ആംഗിളിലൂടെ നമുക്ക് നോക്കാം. സൗദി അറേബ്യ മേഖലയിലെ ഒറ്റയാൾ സൈനിക ശക്തിയായി വളരുന്ന UAE ഭയത്തോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അബുദാബി തങ്ങളുടെ സ്വന്തം പ്രതിരോധ തന്ത്രങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്ന് പല റിപ്പോർട്ടുകളും പറയുന്നു. ഇതിൻ്റെ ഭാഗമായി ഈ വർഷം ജനുവരിയിൽ ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി UAE സന്ദർശിക്കുകയും ഇരു രാജ്യങ്ങൾ തമ്മിൽ പുതിയ സ്ട്രാറ്റജിക് ഡിഫൻസ് എഗ്രിമെൻ്റ് ഒപ്പുവെക്കുകയും ചെയ്തു. ഇനി ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഇമ്പോർട്ടൻ്റ് ചോദ്യത്തിലേക്ക് വരാം. ഇത് ഏഷ്യയുടെ ശക്തി ഫ്രെയിംവർക്കുകൾക്ക് തിരുത്തിയെഴുതുന്ന പുതിയൊരു ഇസ്ലാമിക് നാറ്റോ ആകുമോ? ഇപ്പോഴത്തെ ഘട്ടത്തിൽ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നാറ്റോ എന്ന് പറയുമ്പോൾ അതിലൊരു ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് സ്ട്രക്ചറും ഇൻ്റഗ്രേറ്റഡ് പ്ലാനിംഗ് ഒക്കെയുണ്ട്. ഈ കരാറിൽ ഏകീകൃത സൈനിക കമാൻഡ് നിലവിലില്ല. എന്നാൽ ഭാവിയിൽ സൗദിയുടെ പണവും തുർക്കിയുടെ എഞ്ചിനീയറിങ്ങും പാകിസ്ഥാൻ്റെ മിലിറ്ററി മാൻ പവറും ചേർന്ന് ഒരു വലിയ കമ്പൈൻഡ് ഡിഫൻസ് ഇൻഡസ്ട്രി ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിക്കും. ഡ്രോൺസ്, മിസൈൽസ്, എയർ ഡിഫൻസ് സിസ്റ്റം എന്നിവ ഇവർ സ്വന്തമായി നിർമ്മിക്കാൻ തുടങ്ങിയാൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് പൂർണ്ണമായി കുറയും. ലോകരാഷ്ട്രീയം മാറുകയാണ്. തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് രാജ്യങ്ങൾ പുതിയ അലയൻസ് ഉണ്ടാക്കുന്നു. മക്ക പാക്ട് അമേരിക്കയ്ക്കെതിരെയുള്ള പ്രഖ്യാപനമല്ല, പക്ഷേ അമേരിക്ക മാത്രം ഞങ്ങളുടെ ഓപ്ഷൻസ് എന്ന കാലം അവസാനിക്കുകയാണെന്ന സൗദി അറേബ്യയുടെ ശക്തമായ സൂചനയാണിത്. സൗദി അറേബ്യ സുരക്ഷ ഡൈവേഴ്സിഫൈ ചെയ്യുന്നു. തുർക്കി ഡിഫൻസ് ടെക്നോളജി വിൽക്കുന്നു. പാകിസ്ഥാൻ തങ്ങളുടെ മിലിറ്ററി പവർ ഉപയോഗിച്ച് ഡിപ്ലോമാറ്റിക് സ്പേസ് നേടുന്നു. ഇന്ത്യയും UAEയും തങ്ങളുടെ തന്ത്രപ്രദമായ പ്രതിരോധ പങ്കാളിത്തം പുതിയ ഉയരത്തിലേക്ക് മാറ്റുന്നു. ഈ മെക്ക ജോയിന്റ് ഡിഫൻസ് എഗ്രിമെൻറ്റ് കേവലം പേപ്പറിൽ ഒതുങ്ങുമോ? അതോ അടുത്തൊരു വലിയ പ്രതിസന്ധി വരുമ്പോൾ യഥാർത്ഥ സൈനിക ശക്തിയായി അവ മാറുമോ എന്നത് ചരിത്രം തീരുമാനിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ സൗദി തുർക്കി സഖ്യം ഇന്ത്യക്ക് സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ? നിങ്ങളുടെ തോട്ട് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.